ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു കിണറിൻ്റെ വർക്കാണ്. അപ്പോൾ നമുക്കിത് ഈ കാണുന്ന ഒരു കിണറാണ് കേട്ടോ നമുക്ക് നിന്ന് വൃത്തിയാക്കി കൊടുക്കാനുള്ളത്. സംഭവം ഇപ്പോൾ വേനലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കൂടുതൽ ഇപ്പോൾ കിണറിൻ്റെ വർക്കുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പം ഇതിലോട്ട് ഇറങ്ങാനുള്ള നമുക്ക് എന്താ പറയുക, നമുക്ക് ഇറങ്ങുമ്പോൾ ശ്വാസം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പരിപാടിയാണ്. നമ്മളൊരു തൊട്ടിയിലൊരു മെഴുകുതിരി കത്തിച്ച് നമ്മൾ താഴേക്ക് ഇറക്കി നോക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് താഴേറ്റം വരെ എത്തുന്നവരുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ ഒന്ന് ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര ആവിയാണ് കേട്ടോ കിണറ്റിനകത്ത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ പറയുക, എയർ എടുത്തതിന് ശേഷം നമ്മൾ മെഴുതിരി ഇറക്കി നോക്കിയപ്പം എന്താ പറയുക, സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ധൈര്യമായിട്ട് അതിലോട്ട് ഇറങ്ങാൻ കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം നമുക്ക് ആദ്യം ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ട് നമുക്കത് എന്താ പറയുക, അത് എയർ കറക്റ്റ് ആയില്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഇപ്പോൾ നമ്മൾ താഴോട്ടൊന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സൈഡിൽ നിന്നുള്ള എല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കിയാണ് ആദ്യമേ താഴോട്ട് ഇറങ്ങി പോകുന്നത്. ചെറിയ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ പൊടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി നമ്മളിത് താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കിണറ്റിനകത്തുള്ള കംപ്ലീറ്റ് വലിയ വേസ്റ്റ് പറയത്തൊക്കെ ഇല്ലായിരുന്നു, കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് സെറ്റാക്കിയിട്ട് ഇതാണ് നമ്മുടെ കിണറിൻ്റെ അടിത്തട്ട് കേട്ടോ. നമുക്ക് പറയത്തൊക്കെ വലിയ ഊറ്റും കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കനിവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൻ്റെ നമുക്ക് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പകുതിയോളം നമുക്ക് കറക്റ്റായിട്ട് റൗണ്ടിനുള്ള തൊടിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ചവിട്ടാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഈ കിണറിൻ്റെ വർക്ക് അറിഞ്ഞുകൂടാത്തവരാരും ഇത് കണ്ടും കൊണ്ട് ഇറങ്ങാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മളെ ഇന്നത്തെ ഒരു വർക്ക് ഏകദേശം നമ്മളിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്, കിണർ പക്കയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളൊരു നെറ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ കുഞ്ഞു വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവരെ.